സൂപ്പർ ക്ലാസിക്കോയിൽ മലപ്പുറം എഫ്.സിയെ 2-1 തോൽപ്പിച്ച് കണ്ണൂർ വാരിയേഴ്സ് മഹേന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എസിയർ, ആഡ്രിയാൻ എന്നിവർ കണ്ണൂരിനായും ഫസലുർ റഹ്മാൻ മലപ്പുറത്തിനായും സ്കോർ ചെയ്തു. ആൽഡലർ, ജോസബ സാഞ്ചസ് എന്നീ സ്പാനിഷ് താരങ്ങളെ മധ്യ മുന്നേറ്റ നിരകളിൽ വിന്യസിച്ചാണ് കോച്ച് ജോൺ ഗ്രിഗറി മലപ്പുറത്തെയാണ് നിരത്തിയത്. മറുഭാഗത്ത് ആൽവാരോ, എസിയർ, ആഡ്രിയാൻ സ്പാനിഷ് ത്രയത്തെ മാനുവൽ സാഞ്ചസും കണ്ണൂരിനായി ആദ്യ 11-ൽ കളത്തിലിറക്കി. നായകൻ അനസിനെ വാമപ്പിനിടയേറ്റ പരിക്കിനെ തുടർന്ന് മലപ്പുറത്തിന് കളത്തിലിറക്കാൻ സാധിച്ചില്ല. പകരം ആൽഡലർ ആണ് ടീമിനെ നയിച്ചത്. 3-ാം മിനിറ്റിൽ ഫസലുർ റഹ്മാനിലൂടെ മലപ്പുറമാണ് ആക്രമണത്തിന് തുടക്കം കുറിച്ചതെങ്കിലും 14-ാം മിനിറ്റിൽ കണ്ണൂർ ഗോൾ നേടി. എസിയർ നീക്കി നൽകിയ പന്തിൽ കണ്ണൂർ നായകൻ അഡ്രിയാൻ എതിർ ഗോളിക്ക് അവസരം നൽകാതെ അനായാസം സ്കോർ ചെയ്തു. മത്സരം കൃത്യം അരമണിക്കൂർ പിന്നിടുമ്പോൾ കണ്ണൂർ ലീഡ് ഇരട്ടിയാക്കി. യുവതാര മുഹമ്മദ് റിഷാദ് നൽകിയ പന്ത് 2 പ്രതിരോധ നിരക്കാരെ മറികടന്ന് എസിയർ വലയിലേക്ക് അടിച്ചുകയറ്റി. ആദ്യ പകുതി അവസാനിക്കാൻ 4 മിനിറ്റ് ശേഷിക്കെ മലപ്പുറം 1 ഗോൾ തിരിച്ചടിച്ചു. പെനാൽറ്റി ബോക്സിന്റെ ഇടത് പാർശ്വത്തിൽ നിന്ന് ലോങ് റേഞ്ചർ പറത്തി ഫസലുർ റഹ്മാനാണ് സ്കോർ ചെയ്തത്. ലീഗിൽ ഫസലുവിന്റെ 2-ാം ഗോളാണിത്. ആദ്യ പകുതി 2-1 അവസാനിച്ചു. 2-ാം പകുതിയിൽ മലപ്പുറം കൂടുതൽ കരുത്തോടെ ആക്രമണത്തിനിറങ്ങി. 52-ാം മിനിറ്റിൽ സാഞ്ചസിന് മികച്ചൊരവസരം ലഭിച്ചെങ്കിലും ഹെഡർ പുറത്തേക്ക് പോയി. 65-ാം മിനിറ്റിൽ ബ്രസീൽ താരം ബാർബോസ മലപ്പുറത്തിനായി ലക്ഷ്യം കണ്ടെങ്കിലും റഫറി സുരേഷ് ദേവരാജ് ഓഫ് സൈഡ് വിധിച്ചു. കളിക്കാരെ നിരന്തരം മാറ്റി പരീക്ഷിച്ച് ഇരു ടീമുകളും 2-ാം പകുതിയിൽ ഗോളിനായി ശ്രമിച്ചെങ്കിലും വല അനങ്ങിയില്ല. തുടർച്ചയായി 3 മത്സരം ഹോം ഗ്രൗണ്ടായ പയ്യനാട് സ്റ്റേഡിയത്തിൽ കളിച്ചെങ്കിലും ഇവിടെ ഒരു വിജയം നേടാൻ മലപ്പുറത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 4 കളികളിൽ 8 പോയിന്റുമായി കണ്ണൂർ പട്ടികയിൽ 1-ാമത് നിൽക്കുമ്പോൾ ഇത്രയും കളികളിൽ 4 പോയിന്റുള്ള മലപ്പുറം 4-ാമതാണ്.